രാത്രി ഏതാണ്ട് ഒരു 10:30 മണിയായിട്ടുണ്ടാവും. കോൺക്രീറ്റ് റോഡിന്റെ ഉള്ളിൽ നിന്ന് പുകയും വെള്ളവും ഒരുമിച്ച് ഇങ്ങനെ വരികയാണ്. ഇത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ, മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ തോട്ടശ്ശേരിയറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം കണ്ട ഉടനെ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു. കാരണം ഇതുപോലെ ഭൂമിക്കുലുക്കോ അതല്ലെങ്കിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് പിന്നെ എല്ലാവരും കാര്യമായിട്ട് എന്താണ് ഇത് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതുവഴി വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ആയുർവേദ ആശുപത്രി ഉള്ളത്. അതിലേക്കുള്ളൊരു ലൈന് അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ അത് ലീക്കായതാണ് എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയ ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു വെള്ളവും വരുന്നത്, അതേപോലെ തന്നെ ഈ ഒരു പുകയും വരുന്നത്. അപ്പോഴാണ് പിന്നെ പലരും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫോഗ് വരും, പുക വരും എന്നുള്ളതൊക്കെ പറഞ്ഞത്. ഏതായാലും ഇത് വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് ലൈൻ തന്നെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഈ ലൈന് തൊട്ടടുത്തുള്ള ആയുർവേദ ആശുപത്രിക്കാണ് പോണത് എന്നുള്ളത്. അപ്പോൾ ആ ആശുപത്രിയിലുള്ള ടാപ്പ് ഒന്ന് തുറന്നു നോക്കിട്ടോ. അപ്പോൾ ശരിക്കും അതിൽ വെള്ള കളറുള്ള വെള്ളമാണ് വരുന്നത്. ഇത് കണ്ട ആ വെള്ളം കയ്യിലെടുത്തിട്ട് അതിൻ്റെ ഒരു കളറ് കണ്ടാണ്. ഇതും കൂടി കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഉറപ്പായിട്ട് ഇത് ആ വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് കൂടിയോ ുള്ള പ്രതിഭാസം തന്നെയാണ് എന്നുള്ളത് ഏതാണ്ടൊക്കെ കണ്ട് ഉറപ്പിച്ചു. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം വേറെയാണ്. ഇത്ര വലിയ അളവിൽ ക്ലോറിൻ വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും മനുഷ്യനും മൃഗങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂലേ? എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ക്ലോറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ശരിക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചെടികൾക്ക് എങ്ങനെയാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ രീതിയിൽ ക്ലോറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ എത്ര ഗുരുതരമായ വിഷയമാണ് ഇത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ ലൈൻ വെള്ളം എൻ്റെ വീട്ടിലും വരുന്നുണ്ട്, നിങ്ങളെ വീട്ടിലും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പൈപ്പ് പൊട്ടിയിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്ന ലൈനാണ്. ഇതിൽ വളരെ കൃത്യമായിട്ട് ആരോഗ്യ വകുപ്പും വാട്ടർ അതോറിറ്റിയും ഇടപെടേണ്ടതുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ളതോ അതല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ ഈ രീതിയിലൊക്കെ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വല്ല ദോഷവും ചെയ്യുമോ?